കാനഡയിൽ രാഷ്ട്രീയ ചരടുവലികൾ ശക്തമായതോടെ പ്രതിസന്ധിയിലായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. 2025 ഒക്ടോബറിൽ ഫെഡറൽ ഇലക്ഷൻ നടക്കാനിരിക്കെ ട്രൂഡോ അവിശ്വാസ പ്രമേയത്തെ ഇപ്പോൾ തന്നെ നേരിടേണ്ട സാഹചര്യമാണ്. ഒപ്പമുണ്ടായിരുന്ന NDP പാലം വലിച്ചതോടെയാണ് ട്രൂഡോയ്ക്ക് അടിതെറ്റിയത്. ലിബറൽ പാർട്ടിയെ അധികാരത്തിലേറ്റാൻ ഒപ്പമുണ്ടായിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മറുകണ്ഠം ചാടിയതോടെയാണ് കാനഡയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞത്. ഇപ്പോഴിതാ NDP നേതാവ് ജഗ്മീത് സിംഗ് ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ അവിശ്വാസ പ്രമേയവും കൊണ്ടുവരുന്നു. ജനുവരി 27-ന് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജസ്റ്റിൻ ട്രൂഡോ പരാജയമാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയല്ല അധികാരവർഗത്തിനു വേണ്ടിയാണ് അദ്ദേഹം പദവി ഉപയോഗിച്ചതെന്നും ജഗ്മീത് സിംഗ് ആരോപിച്ചു. പ്രതിപക്ഷ പാർട്ടികളും NDP നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ട്രൂഡോ വെട്ടിലായി. വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ രാജ്യത്ത് നിലവിലുണ്ട്. ഇതിനെല്ലാം പുറമെ ക്യാബിനറ്റ് പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു. ലിബറൽ പാർട്ടിയിലെ 20 MPമാർ ട്രൂഡോ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം നിന്നവർ കൂറുമാറി. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി. സ്വന്തം പാർട്ടിക്കാർ കൈവിട്ടു. അങ്ങനെ നിലയില്ലാ കയത്തിലാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ ഇറക്കിവിടും. ഇതിലേതെങ്കിലും നടക്കാനാണ് സാധ്യത. ആകെ ട്രൂഡോയുടെ മുന്നിലുള്ള വഴി പാർലമെന്റ് സമ്മേളനം നീട്ടിവെച്ച് ആ സമയം കൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാൻ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.